പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ ചൈന, ജപ്പാൻ, കൊറിയ, റഷ്യ. ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആണ്. അതിന്റെ പേര് ചോദിക്കാം, JT60SA എന്നാണ് ഇതിന്റെ പേര്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. ആൻസർ ജപ്പാൻ. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ ഐസ് ചൂടാക്കുമ്പോൾ ജലമാകുന്നു. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അകലം വളരെ കുറവായിരുന്നു, ഊർജം കുറവായിരുന്നു, ആകർഷണബലം കൂടുതലായിരുന്നു, ചലനം കുറവാണ് സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറി ജലമായപ്പോൾ ഊർജം കുറച്ചും കൂടെ കൂടി, അകലം കൂടി, ആകർഷണം കുറഞ്ഞു, ചലനം കൂടി. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഡി കുറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് ഡി ഇല്ല, നാലാമത്തതില്ല, ബാക്കി മൂന്നും ശരി. ലോകത്തിലെ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷന്റെ പേരെന്താണ്? JT60SA എന്നാണ്. അത് എവിടെയാണ് ആരംഭിച്ചത്? ജപ്പാനിലാണ്. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, എലിപ്പനി, ചിക്കൻ പോക്സ്, ഡിഫ്തീരിയ. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ആൻസറുകളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. രമ്യ കറക്റ്റ് ആൻസർ ആണ്. അപ്പോ നമ്മളുടെ ഉത്തരം എന്താണ്? കുറച്ച് 3 ബാക്ടീരിയ രോഗവും 1 മാത്രം എന്താണ്? വൈറസ് രോഗവുമാണ്. ഓക്കെയാണ്. അപ്പോ 3 ബാക്ടീരിയ രോഗമായി. ഏതൊക്കെയാണ്? ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. COVID-19 ഏത് രോഗമാണ്? വൈറസ് രോഗമാണ്. നിപ്പ വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് രോഗമാണ്. ഇനി HPV ഹ്യൂമൻ പാപ്പിലോ വൈറസ്, ഇതും വൈറസ് രോഗമാണ്. ഇൻഫ്ലുവൻസ വൈറസ് രോഗമാണ്. ഇൻഫ്ലുവൻസ. പോളിയോ എന്താണ്? വൈറസ് രോഗമാണ്. മീസൽസ്, മംസ്, റൂബെല്ല ഇതൊക്കെ എന്താണ്? വൈറസ് രോഗമാണ്. ക്ലിയർ ആണ്? റാബീസ്, റോട്ട വൈറസ്, റൂബെല്ല ഇതൊക്കെ എന്താണ്? വൈറസ് രോഗമാണ്. അപ്പൊ പോളിയോ, COVID-19, നിപ്പ, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി, ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, ഡിഫ്തീരിയ. കണ്ടോ? ഇതാണ് എന്ത് നമ്മൾ പറഞ്ഞത്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. എബോള വൈറസ് രോഗമാണ്. ഡെങ്കിപ്പനി എന്താണ്? ഡെങ്കിപ്പനിയും വൈറസ് രോഗമാണ്. അടുത്തതിലേക്ക് പോകുന്നു. നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? വവ്വാല്, കൊതുക്, പന്നി, ഈച്ച. ഏതാണ്? നമ്മുടെ ഉത്തരം വവ്വാൽ. നിപ്പ വൈറസ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ നിപ്പ വൈറസിന് കാരണമായത് വവ്വാലാണ്. വവ്വാല് വൈറസ് രോഗമാണെന്നറിയാം. അടുത്ത ചോദ്യം, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ? ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ എന്താണ്? രോഗാവസ്ഥ? ഓപ്ഷൻസ്: ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അക്രോമെഗാലി, വാമനത്വം, ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ പാൻക്രിയാസിന്റെ ബീറ്റ എന്ന് പറയുന്ന ഭാഗമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നതാണ്. ഇനി വാമനത്വം, ഡ്വാർഫനിസം അല്ലെ, അതെന്ന് വെച്ചാൽ കുള്ളൻ രോഗമാണ്, വളർച്ച മുരടിക്കുന്ന രോഗമാണ്. ജിഗാൻഡിസം ഉണ്ട്, ഓവറായിട്ട് കിടന്ന് വളരുന്ന രോഗമാണ് ജിഗാൻഡിസം എന്ന് പറയുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുമ്പോൾ അമിതമായി വെള്ളം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന രോഗമാണ്. ഇനി ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ഇത് മൂത്രത്തിലൂടെ ഷുഗർ നഷ്ടപ്പെടുന്നു, പഞ്ചസാര നഷ്ടപ്പെടുന്നു മൂത്രത്തിലൂടെ. അത് മാത്രവുമല്ല മെലിയുന്നു. അപ്പോ ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഇൻസുലിൻ നഷ്ടപ്പെടുന്ന രോഗം.
ക്ലിയർ ആണ്? അടുത്തതിലേക്ക് പോകുന്നു. രക്തത്തിലെ ഇത് അക്രോമെഗാലി എന്ന് പറയുന്ന ഓവർ വളർച്ചയാണ്. കൈകാലുകൾ വളരുന്നു, കണ്ണൊക്കെ പുറത്തോട്ട് തള്ളുന്നു, ഓവർ വളർച്ചയാണ്. പല ഭാഗങ്ങളും ക്രമാതീതമായി വളരുകയാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനം സഹായിക്കുന്ന മൂലകം മഗ്നീഷ്യം, ഇരുമ്പ്, കാൽസ്യം, കാർബൺ. രക്തത്തില് ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം HB. ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അപ്പോൾ രക്തം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്മ എന്ന ഭാഗമാണ്. പ്ലാസ്മയിൽ 90% വെള്ളമാണ്. പിന്നെ രക്താണുക്കളുണ്ട്, ശ്വേതരക്താണുക്കൾ, അരുണ രക്താണുക്കൾ, പിന്നെയോ പ്ലേറ്റ്ലെറ്റ്സുകൾ, RBC റെഡ് ബ്ലഡ് സെൽസ്, WBC വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റുകൾ. ഇങ്ങനത്തെ രക്തകോശങ്ങളും പ്ലാസ്മയും അടങ്ങിയതാണ് രക്തം. രക്തമാണ് നമ്മുടെ ശരീരത്തിലെ വാഹകർ. നമുക്ക് ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വേസ്റ്റിനെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നതും രക്തമാണ്. ഒക്കെയാണ്. അപ്പൊ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉണ്ട്, ഹീമോഗ്ലോബിൻ ഹീമുണ്ട്. ഹീമിന് 4 ഓക്സിജനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ 4 കാർബൺ ഡൈ ഓക്സൈഡിനെ വിട്ടുകൊടുക്കാൻ, എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുമുണ്ട് ഹീമോഗ്ലോബിനിലെ ഹീമ. ഇപ്പൊ ഹീമോഗ്ലോബിന് ചുവപ്പ് നിറമാണ്, കാര്യം ഇരുമ്പിന്റെ പ്രസൻസ് ആണ്. ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ, ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അനീമിയ വിളർച്ച എന്ന രോഗമാണ്. ഏത് രോഗമാണ്? വിളർച്ച എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ പല്ലുകൾക്കും എല്ലുകൾക്കും നല്ലതേതാണ്? കാൽസ്യമാണ്. അടുത്ത ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം BP ബ്ലഡ് പ്രഷർ. സ്ഫിഗ്മോമാനോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ലാക്ടോമീറ്റർ. പാലിന്റെ ശുദ്ധത അളക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. നമ്മുടെ ശരീരത്തിലെ താപം അളക്കുന്നത്, താപനില മനസ്സിലാക്കുന്നത് തെർമോമീറ്റർ ആണ്. ഇനി ഹൃദയത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കാൻ റെനെ ലെനാക്ക് കണ്ടുപിടിച്ച സ്റ്റെതസ്കോപ്പ്. രക്തസമ്മർദ്ദം BP മനസ്സിലാക്കുന്നത് സ്ഫിഗ്മോമാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഒരു ആളെ കൊല്ലി രോഗമാണ്, അല്ലെ? നിശബ്ദനായ കൊലയാളി എന്ന് വിശേഷിപ്പിക്കുന്ന രോഗമാണ്. നിശബ്ദനായ കൊലയാളി എന്ന് വിശേഷിപ്പിക്കുന്ന രോഗമാണ് ഈ ഒരു BP ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. അത് എങ്ങനെയാണ് വാല്യൂ വേണ്ടത്? 80-120 mm/Hg ആയിരിക്കണം. 80-120 mm/Hg ആയിരിക്കണം. അടുത്തത്, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഏതാണ്? ഓപ്ഷൻ അതിറോസ്ക്ലെറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, പ്രമേഹം. 4 ഓപ്ഷൻസ് കിട്ടി. രക്തത്തില് കൊഴുപ്പിന്റെ അളവ് കൂടുകയാണ്, അന്നേരം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് പക്ഷാഘാതം, തളർന്നു പോകുന്നു. ഹൃദയാഘാതം, പെട്ടെന്ന് അറ്റാക്ക് വന്ന്, അല്ലെ? അറ്റാക്ക് വരുമ്പോൾ ചിലപ്പോൾ മരിച്ചു പോവും, ചിലപ്പോൾ സർജറിയോടുകൂടി രക്ഷപ്പെടും. അതിറോസ്ക്ലെറോസിസ്, കൊഴുപ്പ് കൂടി രക്തക്കുഴലുകളിൽ അടിയുന്നു. രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലെറോസിസ്. പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഗ്രന്ഥിക്കുണ്ടാകുന്നതാണ് ഇൻസുലിൻ. ഈ ഇൻസുലിന് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ഈ ഒരു ഷുഗർ എന്നൊക്കെ നമ്മൾ പറയുന്ന രോഗമാണ് പ്രമേഹം. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു, രോഗി മെലിയുന്ന അവസ്ഥയാണ് പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ബേസോഫിൽ. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ December 1 ലോക എയ്ഡ്സ് ദിനം. ചുവന്ന റിബൺ ആണ് എയ്ഡ്സിന്റെ ചിഹ്നം. ഇനി HIV എന്ന വൈറസ് ആണ് എയ്ഡ്സിന് കാരണമാകുന്നത്. രോഗിയുമായി അടുത്തിരുന്നാലോ, ഒരുമിച്ച് കിടന്നുറങ്ങിയാലോ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ, ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാലോ ഒന്നും എയ്ഡ്സ് പകരുകയില്ല. എയ്ഡ്സ് പകരണമെങ്കിൽ രോഗി ഉപയോഗിച്ച സെയിം സിറിഞ്ച് ഉപയോഗിക്കുക, ബ്ലഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ സ്വീകരിച്ചാൽ നമുക്ക് എയ്ഡ്സ് പകരും.
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എയ്ഡ്സ് പകരും. ഇനി എയ്ഡ്സ് രോഗിയായ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ നേരത്തേക്ക് പകരുമായിരുന്നു, എന്നാൽ ഇന്ന് അത് അറിഞ്ഞുകൊണ്ട് അത്യാധുനിക സംവിധാനത്തിലൂടെ കുഞ്ഞിലേക്ക് പകരാതെ സംരക്ഷിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ എയ്ഡ്സ് എപ്പോഴും പ്രഗ്നന്റ് ആകുന്നവരോട് ചെക്ക് ചെയ്യും. അഥവാ അങ്ങനെ എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള നടപടി ഇപ്പോൾ ഉണ്ട്, എങ്കിലും അതും ഒരു കാരണമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താ? ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് B9 ആണ്. B3 ഉണ്ട്. പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണമാകുന്നത് വൈറ്റമിൻ B3 ആണ്. ഇനി വൈറ്റമിൻ B12 പേര് ചോദിക്കാറുണ്ട്. സയാനോ കൊബാലാമീൻ. കൊബാൾട്ട് ധാരാളമുള്ള വൈറ്റമിൻ ഏത് എന്ന് ചോദിക്കും. സയാനോ കൊബാലാമീൻ. ഇനി വൈറ്റമിൻ G എന്ന് അറിയപ്പെടുന്നത് B2 വൈറ്റമിൻ G എന്ന് വിളിക്കുന്നത് B2. വൈറ്റമിൻ H എന്ന് അറിയപ്പെടുന്നത് B7നെയാണ്. B7 ആണ് വൈറ്റമിൻ H എന്ന് വിളിക്കുന്നത്. എലിസ ടെസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ B7 ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഫോളിക് ആസിഡ് വിതരണത്തിന് ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ്? B9. ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട് B9. വൈബ്സ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. പദ്ധതിയുടെ പേരെന്താണ്? വൈബ്സ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? അപ്പൊ കുട്ടികളില് കുഷ്ഠരോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്ന പദ്ധതി രോഗമിത്ര, സ്പർശ, സഹേലി, ബാലമിത്ര. കുട്ടികളിൽ ഈ രോഗം കണ്ടെത്തുന്ന പദ്ധതിയാണ് ബാലമിത്ര. ബാലമിത്ര. വയോമധുരം പദ്ധതിയുണ്ട്. അത് ഗ്ലൂക്കോമീറ്റർ. 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ നോക്കാൻ ഫ്രീ ആയിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്. മിഠായി എന്ന പദ്ധതി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനുള്ള പദ്ധതിയാണ് മിഠായി. താഴെ പറയുന്നവയിൽ ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല? നമുക്ക് എക്സാമിന് പലതവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എയ്ഡ്സ് രോഗം എങ്ങനെ പകരുന്നു പകരുന്നില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ചോദ്യം വന്നു, എങ്ങനെയാണ് പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ലൈംഗിക ബന്ധത്തിലൂടെ പകരും, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും, സിറിഞ്ച്, സൂചി ഇവയിലൂടെ പകരും. കൊതുക്, ഈച്ചയൊന്നും എന്ത് ചെയ്യത്തില്ല? എയ്ഡ്സിനെ പകർത്തത്തില്ല. എയ്ഡ്സ് പകരാത്ത രീതിയാണ് കൊതുക്, ഈച്ച. അപ്പൊ എങ്ങനെ പകരുന്നു, എങ്ങനെ പകരുന്നില്ല എന്ന് പിടികിട്ടി. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ടോ? കൃത്യമായി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ചോദ്യം ഓക്കെ, ചോദ്യം ഇതാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജം, വൈദ്യുതോർജം, താപോർജം, ഗതികോർജം. ചലിക്കുമ്പോൾ ലഭിക്കുന്നത് ഗതികോർജമാണ്. ഒരിടത്ത് അനങ്ങാണ്ടിരിക്കുമ്പോൾ സ്ഥിതികോർജം സ്ഥാനം മൂലം ലഭിക്കുന്നു. കൈനറ്റിക് എനർജിയാണ് ചലനം. 12mv² എന്നാണ് ചലനം മൂലം ലഭിക്കുന്ന കൈനറ്റിക് എനർജി, ഗതികോർജത്തിന്റെ ഇക്വേഷൻ. സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോ ഗതികോർജം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താണ്? ഒരു ഡാമിൽ നിന്ന്, കെട്ടി നിർത്തിയ ഡാമിന്റെ എനർജി സ്ഥിതികോർജമാണ്. എന്നാൽ ഡാമിൽ നിന്ന് വെള്ളം പെൻസ്റ്റോക്കിലേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ അത് ഗതികോർജമാണ്. ഒരു ബോള് ഉരുട്ടുന്നു, ഗതികോർജമാണ്. ഒരു കുട്ടി ചാടുന്നു, ഗതികോർജമാണ്. ഒരു കുട്ടി ഓടുന്നു, ഗതികോർജമാണ്. ഊഞ്ഞാൽ ആടുന്നു, ഗതികോർജമാണ്. വാഹനങ്ങൾ ഓടുന്നു, ഗതികോർജമാണ്. ക്ലിയർ ആണ്? ഇനി ബലൂണ് പറത്തുന്നു, ഗതികോർജമാണ്. ഇതൊക്കെയാണ് ഗതികോർജം. ചലിക്കുന്നതെല്ലാം ഗതികോർജമാണ്. സൈക്കിള് ചവിട്ടുന്നു, ഗതികോർജമാണ്. ബോള് പറക്കുന്നു, ഗതികോർജമാണ്. ഇതൊക്കെ ഗതികോർജം. മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെ? അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, ധവളപ്രകാശം, മൈക്രോ തരംഗങ്ങൾ. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാവരും കമന്റ് ചെയ്യുക.
നമ്മുടെ ആൻസർ മൈക്രോ തരംഗങ്ങളാണ്. മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ. അടുത്ത ചോദ്യം, ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം മയോസിൻ, ആക്റ്റിൻ, പെപ്റ്റിൻ, ഓസിൻ. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓസിൻ എന്ന മാംസ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹ മൂലകം ഏതാണ്? അസ്ഥികളിൽ, എല്ലുകളിലും പല്ലുകളിലും കൂടുതലായി കാണപ്പെടുന്നത് ഓപ്ഷൻ സൾഫർ, പൊട്ടാസ്യം, കാൽസ്യം, അയൺ. നമ്മുടെ ആൻസർ കാൽസ്യം. ആൻസർ എന്താണ്? കാൽസ്യമാണ്. കമന്റ് ചെയ്യണേ. റസ്ന കമന്റ് ചെയ്യണേ. നീനോ, ദീപ എല്ലാരും കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ജീൻ എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ജീൻ എന്ന പദം നിർദ്ദേശിച്ചത് ആര്? നമ്മളുടെ ഓപ്ഷൻസ് വില്യം ജോഹാൻസൺ, ആൽഫ്രഡ് ടെനിസൺ, അലി ജെഫ്രി, അലക്സാണ്ടർ ഫ്ലെമിംഗ്. അപ്പൊ ജീൻ എന്ന പദം വില്യം ജോഹാൻസൺ ആണ് നിർദ്ദേശിച്ചത്. ആരാണ് നിർദ്ദേശിച്ചത്? വില്യം ജോഹാൻസൺ ആണ് നിർദ്ദേശിച്ചത്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? വസൂരി എന്ന വാക്സിൻ കണ്ടെത്തിയത് ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്, സാബിർ, സാൾക്ക്, എഡ്വേർഡ് ജെന്നർ. നമ്മുടെ ഉത്തരം എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ആണ് നമ്മളുടെ ആൻസർ. കൊറോണ ബാധിക്കുന്ന അവയവം. കൊറോണ എന്ന് പറയുന്നത് COVID-19. ഇതൊരു എന്ത് രോഗമാണ്? വൈറസ് ഡിസീസ് ആണ്. ഇനി ഇത് പാൻക്രമിക് ഡിസീസ് ആയിരുന്നു. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പകരുന്ന രോഗമാണ് പാൻക്രമിക് രോഗങ്ങൾ. ചൈനയിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഇത് ബാധിച്ച അവയവം ശ്വാസകോശമാണ്. ബാധിച്ച അവയവം ഏതാണ്? ശ്വാസകോശം. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏതാണ്? പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം. ആൻസർ ജീവകം ഡി. പച്ചക്കറിയിൽ കൂടി ലഭ്യമാകാത്ത ജീവകമാണ് ജീവകം ഡി. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ചോദ്യം, അപ്പോ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നിശാന്തത എന്ന രോഗവും സിറോഫ്താൽമിയ എന്ന രോഗവും ഉണ്ടാക്കുന്നു. രാത്രിയിൽ കാഴ്ച കാണാത്തതാണ് നിശാന്തത. ഈ എ എന്ന് പറയുന്നത് ചീരയിലൂടെ ധാരാളം കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ബി ബെർബറി എന്ന രോഗത്തിന് കാരണമാകുന്നു. വൈറ്റമിൻ ബി. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഇത് റിക്കറ്റ്സ് ഈ രോഗം സ്കർവി എന്ന രോഗത്തിന് കാരണമാകുന്നു. നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പുളിരുചിയുള്ളതിൽ ധാരാളമായി കാണുന്നു നെല്ലിക്ക. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് എല്ലിനും പല്ലിനും വളരെ നല്ലതായിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. പാലിലോ മുട്ടയിലോ ഇത് കാണുന്നില്ല. എന്നാൽ ഇത് ധാരാളം കിട്ടുന്നത് മീൻ ഗുളികകളിലൊക്കെ, ചില പ്രത്യേക മത്സ്യങ്ങൾ മീൻ ഗുളികകളിൽ നിന്ന് ഇത് ലഭിക്കുന്നുണ്ട്. പച്ചക്കറികളിൽ കൂടി ഇത് ലഭ്യമാകുന്നില്ല. സൂര്യപ്രകാശമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്രോതസ്. ക്ലിയർ ആണ്. ഇനി വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയുമ്പോൾ വൈറ്റമിൻ ഡി പാലിൽ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇനി വൈറ്റമിൻ ഡിയുടെ രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നറിയപ്പെടുന്നതാണ് ഇതുണ്ടാക്കുന്ന രോഗം. വൈറ്റമിൻ ഇ ഉണ്ട്. ടോക്കോഫെറോൾ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ ഇ. ഇനി വന്ധ്യതയാണ് വൈറ്റമിൻ ഇ ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ. അപ്പൊ വൈറ്റമിൻ കെയെ കുറിച്ച് പറയുമ്പോൾ ഇത് രക്തം അമിതമായി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. വൈറ്റമിൻ കെയുടെ രോഗം അതാണ്, രക്തം അമിതമായി പോകുന്നു. വൻകുടലിൽ കാണപ്പെടുന്നത് സംഭരിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗം എന്താണ്? പെല്ലഗ്ര B3യുടെ അപര്യാപ്തത രോഗമാണ്. സ്കർവി സിയുടെ അപര്യാപ്തത രോഗമാണ്. ഇരുമ്പിന്റെ കുറവ് മൂലമാണ്
അനീമിയ ഉണ്ടാകുന്നത്, വിളർച്ച. ബെറിബറി B1ന്റെ അപര്യാപ്തത രോഗമാണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ സിയെ കുറിച്ച് പറയുമ്പോൾ ഈ വൈറ്റമിൻ സി നമ്മളുടെ ശരീരത്തില് നമ്മൾ ആദ്യമായി കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും വൈറ്റമിൻ സി ആണ്. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ B1 ആണ്. വിറ്റാമിൻ B1. ഇനി വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ഹൃദയ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ കരളില് ഉണ്ട്, കരളിൽ ധാരാളമായി കാണപ്പെടുന്നു. മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ഏത്? രോഗപ്രതിരോധ ശക്തിക്ക് ജീവകം സി ആണ് വേണ്ടത്. കോവിഡ് വന്നപ്പോൾ എല്ലാവരും ഓറഞ്ച് കഴിച്ചില്ലേ? അതുപോലെ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ആണ് കഴിച്ചത്. പ്രതിരോധ ശേഷി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ടാങ്കിലുള്ള ജലത്തിന്റെ ഊർജം. ഇപ്പൊ ഒരു ടാങ്കില് ഊർജം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുകയാണ്. ആ ഊർജത്തിന്റെ പേര് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഗതികോർജം ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ്. ചലനം മൂലം ഉണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. വൈദ്യുതി ഇലക്ട്രോണുകളുടെ ഫ്ലോ മൂലം ഉണ്ടാകുന്ന ഊർജമാണ് വൈദ്യുതോർജം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കിയേ, മിക്സി വൈദ്യോർജം, യാന്ത്രികോർജം, ശബ്ദോർജമാകുന്നു എന്ന് പഠിച്ചു. നമ്മൾ ഇനിയും പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. ഞാൻ ഒന്ന് റിവിഷൻ ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചു പോവുകയാണ്. എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുകയാണ്. ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ക്യാമറ, കോൺവെക്സ് ലെൻസ് ആണ്. ദോലന ചലനം ഉദാഹരണങ്ങൾ ക്ലോക്കിലെ പെൻഡുലം, ഊഞ്ഞാല്, നീട്ടുമ്പോൾ വീണക്കം. ജയന്റ് ഒരു വർത്തുള മോഷന. ഐസ് ചൂടാക്കുമ്പോൾ കണികളുടെ ഊർജം കൂടി, അകലം കൂടി, ആകർഷണം കുറഞ്ഞു, ചലനം കൂടി. ന്യൂക്ലിയർ ഫ്യൂഷൻ JT60SA ജപ്പാൻ. ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. ക്ഷയം എലിപ്പനി, ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. നിപ്പ വവ്വാല് വാഹകൻ. ഡയബറ്റീസ് മെലിറ്റസ് ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലം. ഹീമോഗ്ലോബിൻ സഹായിക്കുന്നത് ഇരുമ്പ്. സ്പിഗ്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം. കൊഴുപ്പിന്റെ അളവ് കൂടുന്നു. സാധ്യത ഉള്ളത് അതെറോസ്ക്ലിറോസിസ്, ഹൃദയാഘാതം, പക്ഷാഘാതം. എയ്ഡ്സ്, HIV. ഉത്തരം പറഞ്ഞില്ലേ? ലിംഫോസൈറ്റ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ലിംഫോസൈറ്റ്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾ അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്നു. B9 വൈറ്റ്സ് പദ്ധതി. കുഷ്ഠരോഗ ലക്ഷണം ബാലമിത്ര. എയ്ഡ്സ് രോഗം പകരുന്നു. ലൈംഗിക ബന്ധം അമ്മയിൽ നിന്ന് കുഞ്ഞ്, സിറിഞ്ച്, സൂചിവയിലൂടെ. ചലനം ഗതികോർജം. മൈക്രോവേവ് ഓവൻ, മൈക്രോ തരംഗം. ശിശുക്കളിൽ മാംസ്യം ഓസീൻ, അസ്ഥി കാൽസ്യം. ജീൻ കണ്ടെത്തി പദം നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ. വസൂരി വാക്സിൻ എഡ്വേർഡ് ജെന്നർ. കൊറോണ ശ്വാസകോശം. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്തത് വൈറ്റമിൻ ഡി. വിറ്റാമിൻ B1 ബെറിബറി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു. അരിയുടെ തവിടിൽ B1. രോഗപ്രതിരോധ ശേഷി വൈറ്റമിൻ സി. ടാങ്കിലേത് സ്ഥിതികോർജം. ഇപ്പൊ ക്ലിയർ ആണോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ക്ലിയർ ആണോ? അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊരു കമന്റ് ഇടുക. അടുത്ത ചോദ്യം, മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫേറ്റ്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ പച്ചരിയൊക്കെ അരച്ച് രാത്രിയിൽ വെക്കും. അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി ഇതിനൊക്കെ വെക്കത്തില്ലേ? അപ്പൊ പുറത്തു വരുന്നൊരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത്, പകൽ സമയത്ത് ചെടികൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവർ സ്വീകരിക്കുകയും ഓക്സിജനെ ഇവർ പുറത്തുവിടുകയും ചെയ്യും. പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ്. എന്നാൽ രാത്രി കാലങ്ങളിൽ ചെടികള് നമ്മളെ പോലെ തന്നെയാണ്, ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു.
പ്രകാശസംശ്ലേഷണ സമയത്ത് മാത്രം ഇവർ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. ക്ലിയർ ആണ്? ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, ആസിഡ് മഴയ്ക്ക് കാരണം എന്താണ്? ഓക്സിജൻ പൊടിപടലങ്ങൾ, സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ്, ഇനി സൾഫർ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ്. ആസിഡ് മഴ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുമാണ് ആസിഡ് മഴയ്ക്ക് കാരണം. അപ്പൊ ആസിഡ് മഴയ്ക്ക് കാരണം എന്താണ്? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുമാണ്. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായത് എന്നാണ്? ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പാസ്സായി. ക്ലിയർ ആണ്? നമ്മളുടെ ആൻസർ 2000, 2001, 2002, 2003. 2002 ഇന്ത്യയുടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാകുന്നത്. അടുത്ത ചോദ്യം, കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? കീമോതെറാപ്പി പിതാവ് ആര്? ഓപ്ഷൻ ഹിപ്പോക്രാറ്റസ്, ക്രിസ്ത്യൻ ബെർണാഡ്, പോൾ എർലിക്ക്, ബിഖാവോ ഇസൂയി. നമ്മുടെ ആൻസർ പോൾ എർലിക്ക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ്. അപ്പൊ കീമോ ചെയ്തു എന്ന് നിങ്ങൾ എപ്പോഴാണ് കേട്ടത്? ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കീമോ ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നത് അല്ലെ. ഈ കീമോതെറാപ്പിയുടെ പിതാവാണ് പോൾ എർലിക്ക്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണുക? ഒരു ഗ്ലാസ് പ്രിസം ആണെങ്കിൽ ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പ്രാഥമിക വർണ്ണങ്ങളാണ് ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ, ഗ്രീൻ, റെഡ്, ബ്ലൂ. പച്ച, ചുവപ്പ്, നീല പ്രാഥമിക വർണ്ണങ്ങൾ. ഇനി യമുനയിൽ മുങ്ങി ചത്തു, യെല്ലോ, മജന്ത, സിയാൻ. യെല്ലോ, മജന്ത, സിയാൻ ഇത് ദ്വിതീയ വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങളാണ് ഗ്രീൻ, റെഡ്, ബ്ലൂ. ദ്വിതീയ വർണ്ണങ്ങളാണ് യെല്ലോ, മജന്ത, സിയാന്. ഗ്രീനും റെഡും കൂടി ചേരുമ്പോൾ എന്താണ് കിട്ടുന്നത്? യെല്ലോ. ഗ്രീനും റെഡും കൂടി ചേരുമ്പോൾ യെല്ലോ കിട്ടുന്നു. ഇനി ബ്ലൂവും റെഡും കൂടി ചേരുമ്പോൾ എന്താ കിട്ടുന്നത്? നടുക്കിരിപ്പുണ്ട് മജന്തയാണ് കിട്ടുന്നത്. അപ്പൊ ബ്ലൂവും ഗ്രീനും ചേരുമ്പോൾ നടുക്കിരിക്കുന്നത് ആരാണ്? സിയാൻ കിട്ടുന്നു. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. പ്രാഥമിക വർണ്ണങ്ങളാണ് ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു, ഗ്രീൻ, റെഡ്, ബ്ലൂ പ്രാഥമിക വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾ, രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ലഭിക്കുന്ന വർണ്ണത്തിന്റെ പേരാണ് ദ്വിതീയ വർണ്ണം. ഗ്രീനും റെഡും കൂടെ ചേരുമ്പോൾ യെല്ലോ, ഗ്രീനും ബ്ലൂവും റെഡും കൂടെ ചേരുമ്പോൾ മജന്ത, ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോൾ സിയാൻ. അപ്പൊ ബ്ലൂ, റെഡ്, മജന്ത, ബ്ലൂ, ഗ്രീൻ, സിയാൻ. യെല്ലോ, മജന്ത, സിയാൻ ദ്വിതീയ വർണ്ണങ്ങൾ. ഇത്രയും പിടികിട്ടിയോ? ഇത്രയും പിടികിട്ടിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ചുവന്ന പ്രകാശമാണ്. ചുവന്ന പ്രകാശം, ചുവന്ന വെളിച്ചം. പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിൽ കാണും? ചുവപ്പും പച്ചയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ചുവപ്പും പച്ചയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് കറുപ്പ് നിറത്തിൽ കാണും. ഇനി ചുവന്ന പ്രകാശം, നീല നിറത്തിലുള്ള ഒരു ഇലയും കറുപ്പ്, ഇവര് തമ്മിലും ബന്ധമുണ്ടോ? ഇല്ല. ചുവന്ന പ്രകാശത്തിൽ ചുവന്ന ഇല, ചുവന്ന ഇലയോ ചുവന്ന പൂവോ ചുവപ്പിൽ തന്നെ കിട്ടും. ചുവന്ന പ്രകാശത്തിൽ മഞ്ഞ കണ്ടാലും മഞ്ഞ എന്ന് പറയുമ്പോഴും ചുവപ്പുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ചുവപ്പ് തന്നെ കിട്ടും. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടാൽ നമ്മൾ കറുപ്പ് എഴുതണം. ഇവരുമായി ബന്ധമുള്ള ചുവപ്പ് തന്നെയോ അല്ലെങ്കിൽ ഇവരുടെ കോമ്പൗണ്ട് ആയിട്ടുള്ള ദ്വിതീയ വർണ്ണമായ യെല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചുവപ്പ് തന്നെ എഴുതുക. അടുത്തത്, ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ ആൻസർ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുക കേട്ടോ. ആൻസർ കമന്റ് ചെയ്യണം. റസ്ന കമന്റ് ചെയ്യണേ ആൻസർ. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള
കോൺവെക്സ് ലെൻസ്. 200 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ്, 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്, 200 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. 2D എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവർ 1/f ആണ്. ഓക്കെ ആണ്. അപ്പൊ എഫ് 1/p ആണ്. 1/2 ഡയോപ്റ്റർ. ഇത് 50 സെന്റിമീറ്റർ എന്നെഴുതാം. ഇനി ഇത് പ്ലസ് ആയതുകൊണ്ട്, വാല്യൂ പ്ലസ് ആയതുകൊണ്ട് ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ്. വാല്യൂ പ്ലസ് ആയതുകൊണ്ട് ഉത്തരം എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ചോദ്യം, ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഇരുമ്പ്, ശൂന്യാകാശം, ജലം, വായു. ശബ്ദം ബഹിരാകാശത്ത് അല്ലെങ്കിൽ ശൂന്യാകാശത്ത് സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ റേഡിയോ ഉപയോഗിച്ച് അവരുടെ സംസാരം നടത്തുന്നത്. എന്നാൽ പ്രകാശമാണെങ്കിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കും. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ഇതിന്റെ വേഗത. പ്രകാശം ശൂന്യാകാശത്തോടുകൂടി സഞ്ചരിക്കുന്നു. വികിരണം എന്ന പ്രോസസ്സാണ് ഇവിടെ. അതുകൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത്. ക്ലിയർ ആണ്? എത്ര സെക്കൻഡ് കൊണ്ട് എത്തും? 500 സെക്കൻഡ് കൊണ്ട് എത്തും അല്ലെ? അപ്പോ 8 മിനിറ്റ് 20 സെക്കൻഡ്. ശബ്ദമാണെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഇരുമ്പ്. സോളിഡ് അതായത് ഖരാവസ്ഥയിലാണ് ഏറ്റവും വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്, മഗ്നീഷ്യം, ലിഥിയം, സോഡിയം. നമ്മുടെ കണ്ണിലുള്ള ലോഹമാണ് സിങ്ക്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നതാണ് സിങ്ക്. ഹരിതകം എന്ന് പറയുമ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഹരിതകമുള്ള ചെടികൾ, ഹരിതകം തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഹരിതകം എ ഉള്ള ഇലകളുള്ള ചെടികളാണ് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നത്. പച്ച കളറാണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം. ഹരിതകം എ ഉള്ള ചെടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇവര് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. പിന്നെ ഇവര് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലം, ലവണം ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്ലൂക്കോസ്, C6H12O6. ഇതാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. ഇവരുണ്ടാക്കുന്ന ഈ ഗ്ലൂക്കോസ് ആണ്. ഈ സമയത്ത് ഓക്സിജനെ പുറന്തള്ളുന്നു. നമ്മളുടെ എല്ലാം ജീവൻ വാതകമാണ് ഓക്സിജൻ. അപ്പൊ ഇവരാണ്, ഹരിത സസ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ലോകത്തെ ഏക ഉൽപാദകർ. ബാക്കിയുള്ളവരെല്ലാം ആവാസ വ്യവസ്ഥയില് ഹരിത സസ്യങ്ങളെ കഴിക്കുന്ന ആദ്യത്തെ ആളുകളാണ് എന്ത്? പ്രാഥമിക ഉപഭോക്താക്കൾ, സസ്യ ആഹാരികൾ. ഇനി ദ്വിതീയ ഉപഭോക്താക്കളാണ് ഈ സസ്യാഹാരികളെ കഴിക്കുന്നവർ. മാംസാഹാരികൾ, മിശ്രബുക്കുകൾ ഒക്കെ വരുന്നു. ക്ലിയർ ആണ്? പിന്നെ വിഘാടകരുണ്ട്, ബാക്ടീരിയ പോലുള്ള വിഘാടകർ. അപ്പൊ ഈ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യമാണ്. അടുത്ത ചോദ്യം, സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് എന്താണ്? സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് എന്താണ്? കമന്റുകൾ കാണാൻ പറ്റുന്നില്ല അല്ലെ? ഞാൻ കമന്റ് ചെയ്തിട്ടും കമന്റുകളൊന്നും വരുന്നില്ല. എന്ത് പറ്റിയോ എന്തോ. ഓക്കെ, അപ്പോ സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് എന്ത്? സോഡിയം എന്ന് വെച്ചാൽ എണ്ണയാണ്. അറ്റോമിക് നമ്പറും കൂടെ ഓർത്തു വെക്കാം, 11. അപ്പൊ ഞാനൊന്ന് കോൺഫിഗറേഷൻ എഴുതി കാണിക്കുകയാണ്. 2, 8, 1. ഇതാണ് 11. ഇതാണ് KLMN എന്ന കോൺഫിഗറേഷൻ. KLM പോയി. അപ്പൊ ഞാൻ ഇതിന്റെ മറ്റേ കോൺഫിഗറേഷൻ എഴുതുന്നു. 1s2, 2s2, 2p. 4 ആയില്ലേ? 6 4 10. 1s2, 2s2, 2p6. ഇനി 3s1. അപ്പൊ ഇതിന്റെ ബ്ലോക്ക് ഏതാണ്? സോഡിയം S ബ്ലോക്ക് എലമെന്റ് ആണ്. വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 1 ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളത്. 1 ഇലക്ട്രോൺ ആണ്. പീരീഡ് എത്രയാണ്? സോഡിയത്തിന്റെ പീരീഡ് 13 അല്ലെ? അപ്പോ 3 എന്ന് നമുക്ക് കിട്ടി. 13 എന്ന് എടുത്തു. അപ്പൊ സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് എന്ത് എന്നാണ് നമ്മളുടെ ചോദ്യം. ഉത്തരം ക്ലോറിനാണ്. എണ്ണയും Cl കൂടെ ചേരുമ്പോൾ NaCl അല്ലെ? ഈ ഉപ്പിനെ വിഘടിപ്പിച്ച് നമുക്ക് സോഡിയം ഉണ്ടാക്കാം. അപ്പൊ ക്ലോറിൻ ഉപോൽപ്പന്നമായി മാറുന്നു. Na+ and Cl-, ഉപോൽപ്പന്നമായി ക്ലോറിൻ മാറുന്നു.
ഇനി ഞാൻ ചോദിക്കുകയാണ്, അമോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഉത്തരം ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ 450°C ടെമ്പറേച്ചർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പോഞ്ചി അയൺ ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്, ഉൾപ്രേരകം. ഇനി സൾഫ്യൂരിക് ആസിഡ് H2SO4 രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? കോണ്ടാക്ട് പ്രോസസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കോണ്ടാക്ട് പ്രോസസ്, മലയാളത്തിൽ പറഞ്ഞാൽ സമ്പർക്ക പ്രക്രിയ. ഇവിടെ കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. V2O5 വനേഡിയം പെന്റോക്സൈഡ്. ഇവിടുത്തെ കാറ്റലിസ്റ്റ് എന്താണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സോഡിയം, മഗ്നീഷ്യം, ഹീലിയം, ഇരുമ്പ്. കോപ്പർ സൾഫേറ്റ് കോപ്പറിനെ വേർതിരിക്കാൻ ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22 ആണ്. 15, 17, 22, 25. ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ട്രാൻസിഷൻ എലമെന്റ് ആണ്. ട്രാൻസിഷൻ എലമെന്റ് ആണിത്. സംക്രമണ മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങളാണ്. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ കൂടുതലുള്ള മൂലകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഉത്തരം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ കൂടുതൽ ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, 78%. ഇനി അന്തരീക്ഷത്തിൽ രണ്ടാം സ്ഥാനം ഓക്സിജൻ ആണ്, 21%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ കൂടുതൽ ഓക്സിജൻ. പ്രപഞ്ചം, നമ്മുടെ സൂര്യന്റെയും മറ്റ് നക്ഷത്രങ്ങൾക്കും ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷം, നമ്മുടെ ഈ അന്തരീക്ഷം സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഇതാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ കൂടുതലുള്ളത് നൈട്രജൻ ആണ്. നൈട്രജൻ ആണ്. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ജിപ്സം എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ ധാതു? നമ്മുടെ ഓപ്ഷൻസ് പൊട്ടാസ്യം, സോഡിയം, സൾഫർ, കാൽസ്യം. അപ്പോ നമുക്കറിയാം ജിപ്സം എന്ന് പറയുമ്പോൾ കാൽസ്യത്തിന്റെ എന്താണ് ധാതുവാണ് എന്ന് എല്ലാവർക്കും അറിയാം. ജിപ്സം എന്തിന്റെ ധാതുവാണ്? കാൽസ്യത്തിന്റെ ധാതുവാണ് ജിപ്സം. ക്ലിയർ ആണ്? അപ്പൊ ജിപ്സം എന്താണ് ആൻസർ? കാൽസ്യം. ഓക്കെ, ഇനി നമ്മൾ പോകുമ്പോൾ CaSO4 ഇതിന്റെ രാസസൂത്രം നമ്മൾ പഠിക്കണം. CaSO4 2H2O ആണ് ഇതിന്റെ രാസസൂത്രം. CaSO4 2H2O ആണ്. കാൽസ്യം സൾഫേറ്റ്, ഡീഹൈഡ്രേറ്റും സൾഫേറ്റ് മിനറൽ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ജിപ്സം എന്ന് പറയുന്നത്. ഇതിന്റെ കെമിക്കൽ ഫോർമുലയാണ് കാൽസ്യം സൾഫേറ്റ് 2H2O. CaSO4 2H2O ആണ്. നാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? സിങ്ക്, മഗ്നീഷ്യം, ഇരുമ്പ്, മെർക്കുറി. നാഗം എന്ന് അറിയപ്പെടുന്നത്, നമ്മുടെ ആൻസർ സിങ്കിനെയാണ് നാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ നാഗം എന്നറിയപ്പെടുന്നത് ഉത്തരം സിങ്ക. ജലത്തിന്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യ സംയുക്തം എന്താണ്? ജലത്തിന് താൽക്കാലിക കാഠിന്യവുമുണ്ട്, സ്ഥിരമായ കാഠിന്യവുമുണ്ട്. താൽക്കാലിക കാഠിന്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. സ്ഥിര കാഠിന്യമാണെങ്കിൽ അപ്പോൾ കാൽസ്യ സംയുക്തം ഏത് ഉപയോഗിക്കാം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജലകാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യ സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെയാണ്. അപ്പോ ജലകാഠിന്യം താൽക്കാലിക കാഠിന്യവുമുണ്ട്, സ്ഥിരമായിട്ടുള്ള കാഠിന്യവും ഉണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാം. ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ് ജലം. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് ജലത്തെ വിളിക്കുന്നത്. കാര്യം ഇത് ഒരുവിധപ്പെട്ട സാധനത്തിനെ എല്ലാം എന്ത് ചെയ്യും? ലയിപ്പിക്കും. ഇനി ജലത്തിന്റെ pH വാല്യൂ എത്രയാണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 7 ആണ്. അപ്പൊ ഇത് ആസിഡ് അല്ല, ആൽക്കലി അല്ല. ഇതെന്താണ്? ഇതൊരു ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആണ്. ക്ലിയർ ആണ്? അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ്? പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കാൽസ്യം
കാർബണേറ്റ്. എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ലെന്നൊക്കെ പറയുന്നത് പോലെ പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഒരു ദ്വീപാണ് ലക്ഷദ്വീപ്. ഒരു ലക്ഷം ദ്വീപ് അല്ലെ എന്നർത്ഥം. പവിഴ ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലക്ഷദ്വീപ്. കാൽസ്യം കാർബണേറ്റ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? മെഴുകില് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം. നമ്മുടെ ഓപ്ഷൻസ് കാൽസ്യം, ബേരിയം, ലിഥിയം, സോഡിയം. ആൻസർ മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ലിഥിയം. ആൻസർ എന്താണ്? ലിഥിയം. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10, 11, 13, 15. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അലൂമിനിയം എന്ന് പറയുമ്പോൾ ഇതിന്റെ അയിരുകളാണ് ബോക്സൈറ്റ്. ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെയാണ് അലൂമിനിയം സാന്ദ്രീകരണം നടത്തുന്നത്. ഇതിന്റെ അറ്റോമിക് നമ്പർ 13. അലൂമിനിയം അറ്റോമിക് നമ്പർ 13. അലോഹമാണ് അലൂമിനിയം. കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ള മൂലകം ഏതാണ്? ടൈറ്റാനിയം, ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, തോറിയം. അപ്പൊ കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യം തോറിയത്തിന്. ഇൽമനൈറ്റും മോണോസൈറ്റും നമ്മുടെ ഇതിനകത്ത് കേരള തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറ ഭാഗങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഗ്യാസുലിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കൽക്കരി, പെട്രോളിയം, ചുണ്ണാമ്പ്, മാംഗനീസ്. ഗ്യാസുലിൻ എന്ന് അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. അപ്പൊ കൽക്കരിയും പെട്രോളിയം പ്രോഡക്ട്സ് ആണ് കൽക്കരി, പെട്രോള്, ഡീസല്, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഭാഗമാണ്. ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്, നോൺ കൺവെൻഷണൽ ആണ് അല്ലെ. ഇത് പാരമ്പര്യ സ്രോതസ്സാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ് ഏതാണ്? കഴിയുന്നവ. അത് സൂര്യപ്രകാശം, പിന്നെയോ ജലത്തിൽ നിന്നുള്ളത്, തിരമാലയിൽ നിന്നുള്ളത്, കാറ്റിൽ നിന്നുള്ളത് തുടങ്ങിയവയൊക്കെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. സെമി കണ്ടക്ടറിന് ഉദാഹരണം എന്താണ്? കണ്ടക്ടർ എന്ന് വെച്ചാൽ വൈദ്യുതിയെ പൂർണ്ണമായും കടത്തിവിടും. കണ്ടക്ടർ കടത്തിവിടും. ഇൻസുലേറ്റർ വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടത്തില്ല. കണ്ടക്ടറിന് എക്സാമ്പിൾ മെറ്റൽസ് എല്ലാം എക്സാമ്പിൾ ആണ്. അയണ്, വെള്ളി, സിൽവർ, കോപ്പർ, ചെമ്പ് തുടങ്ങിയവ. ഇൻസുലേറ്ററിന് എക്സാമ്പിൾ ആണ് തടി, പ്ലാസ്റ്റിക്. ഇതൊന്നും കടത്തിവിടത്തില്ല. ഇനി സെമി കണ്ടക്ടർ ഉണ്ട്, ഭാഗികമായി കടത്തിവിടും, ഭാഗികമായി തടയുന്നു. സിലിക്കൺ, ജർമേനിയം ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. എന്താണ്? സിലിക്കണും ജർമേനിയും ഒക്കെ. വായുവില് പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? 17 മീറ്ററിൽ കുറവ്, 17 മീറ്ററിൽ കൂടുതൽ, എത്ര അകലത്തിലും? 34 മീറ്റർ. നമ്മുടെ ആൻസർ 17 മീറ്ററിൽ കൂടുതലാണ്. 17 മീറ്ററിൽ കൂടുതൽ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് റിവിഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് റിവിഷൻ ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി, ജീവകം സി, ടാങ്കില് സ്ഥിതികോർജം, മാവ് പുളിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്, ആസിഡ് മഴയ്ക്ക് കാരണം സൾഫർ ഡയോക്സൈഡ്, അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ്. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 പാസ്സായി. കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? ഓക്കെ, കീമോതെറാപ്പിയുടെ പിതാവ് ആരാ? കീമോതെറാപ്പിയുടെ പിതാവ് നമ്മുടെ ആൻസർ പോൾ എർലിക്. നമ്മുടെ ആൻസർ എന്താണ്? പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും? നമ്മുടെ ആൻസർ കറുപ്പ് നിറത്തിലായിരിക്കും.
അപ്പൊ എന്റെ ചോദ്യം, ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ? ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്? കമന്റ് ചെയ്തേ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? കമന്റ് ചെയ്യുക. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് കിട്ടുന്നുണ്ടോ? ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, എനിക്ക് കുറച്ചു നേരമായിട്ട് മെസ്സേജസ് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ബ്ലൂ, റെഡ്, ഗ്രീന്, ബ്ലൂ. ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? യെല്ലോ, ഓറഞ്ച്, സിയാൻ, പച്ച, നീല, ചുവപ്പ്. ഷിജീഷ് കറക്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ബ്ലൂവും റെഡും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? ബ്ലൂവും റെഡും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? ബ്ലൂവും റെഡും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ മജന്ത കിട്ടും. ഇനി ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ സിയാൻ എന്ന നിറം കിട്ടും. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ പഠിച്ചതാണ് ലെൻസിന്റെ 2D. അപ്പോൾ 50 സെന്റിമീറ്റർ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ടാണ് പോസിറ്റീവ്. ശബ്ദം ഏറ്റവും അധികം സഞ്ചരിക്കുന്നത് ഇരുമ്പിലാണ്. ശബ്ദം ശൂന്യാകാശത്തുകൂടി സഞ്ചരിക്കുന്നില്ല. ബഹിരാകാശ യാത്രികർ അതുകൊണ്ടാണ് റേഡിയോ ഉപയോഗിച്ചിട്ട് അവര് സംസാരിക്കുന്നത്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നം ക്ലോറിനാണ്. കോപ്പർ സൾഫേറ്റ് ലായനി കോപ്പറിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ PSC ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത് കേട്ടോ. കേരള PSC ഇതിനു മുമ്പ് റിപ്പീറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കണ്ടത്. 22. പ്രപഞ്ചത്തിൽ കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഭൂവൽക്കത്തിൽ ഓക്സിജൻ. അന്തരീക്ഷം. ഇത് കണ്ടോ, പലതും പലതാണ്. ഒന്ന് പ്രപഞ്ചമാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചം, സൂര്യനൊക്കെയുള്ള പ്രപഞ്ചം, സൂര്യനില് കൂടുതലുള്ളത്, ഗ്രഹങ്ങളിൽ കൂടുതലുള്ളത് ഒക്കെ ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് താന്നു വന്നു. നമ്മുടെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ആകാശമൊക്കെ അന്തരീക്ഷത്തിലാണ്. ജെറ്റ് വിമാനം സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ, നമ്മുടെ ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ. അപ്പൊ അതാണ് അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെയാണ്. ഭൂവൽക്കം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലമാണ് അല്ലെ. അപ്പൊ അത് ഓക്സിജൻ ആണ് കൂടുതൽ. ജിപ്സം, കാൽസ്യം സൾഫേറ്റ് 2H2O, CaSO4 2H2O. ഈ രാസസൂത്രം ചോദിച്ചിട്ടുണ്ട്, കെമിക്കൽ ഫോർമുല. ജിപ്സം കാൽസ്യത്തിന്റെ അയിരാണ്. വെരി ഇമ്പോർട്ടന്റ്. ഏതിന്റെ ധാതുവാണെന്ന് ചോദിക്കാറുണ്ട്. നാഗം സിങ്ക് ആണ്. ജലത്തിന്റെ കാഠിന്യം മാറ്റാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. പവിഴപ്പുറ്റുകൾ കാൽസ്യം കാർബണേറ്റ് ആണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. അപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതിന്റെ പ്രത്യേകത എന്താ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതിനെ വിളിക്കുന്ന പേരാണ് മൃദു ലോഹങ്ങൾ. മൃദു ലോഹങ്ങൾ. സാധാരണ ഒരു ലോഹത്തിന്റെ പ്രത്യേകത, ലോഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇരുമ്പ്, സ്വർണം, വെള്ളി, ഇതൊക്കെയല്ലേ ലോഹം, മെറ്റൽ എന്ന് പറയുന്നത്. ഇത് നല്ല കാഠിന്യമാണ്, ഭയങ്കര കട്ടിയാണ്. ഇത് നമുക്ക് മുറിക്കാനെങ്ങാനും പറ്റുമോ? ഇല്ല. ഭയങ്കരമായ കാഠിന്യമുള്ള നല്ല ബലമുള്ള സാധനമാണ് ലോഹം എന്ന് പറയുന്നത്. എന്നാൽ മൃദുലോഹങ്ങളുണ്ട്, എക്സെപ്ഷൻ കേസ്. ഇതിനെ നമുക്കൊരു കത്തി ഉപയോഗിച്ച് അങ്ങ് മുറിച്ചു മാറ്റാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നമുക്ക് തന്നെ പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പറ്റുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഈ സോഡിയവും പൊട്ടാസ്യവും സൂക്ഷിക്കുന്നത് എവിടെയാണ്? മണ്ണെണ്ണ, കെറോസിനിലാണ്. ഇത് ജലവുമായി സമ്പർക്കത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? കത്തും. അതുകൊണ്ട് സോഡിയം, പൊട്ടാസ്യം മണ്ണെണ്ണ, കെറോസിനിലാണ് സൂക്ഷിക്കുന്നത്. ലോഹം പറയുമ്പോൾ ലോഹങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് സ്വർണത്തിനെയാണ്. മാല്യബിലിറ്റി കൂടുതൽ സ്വർണത്തിനാണ്. ഡക്റ്റിലിറ്റി കൂടുതൽ പ്ലാറ്റിനത്തിനാണ്. അടിച്ചു പരത്തുക, വലിച്ചു നീട്ടുക, ഈ കഴിവുകളാണ്. മാല്യബിലിറ്റി സ്വർണമാണ്, ഡക്റ്റിലിറ്റി പ്ലാറ്റിനമാണ്. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. കേരളത്തിലെ കടൽ തീരങ്ങളിലെ മോണോസൈറ്റ്, ഇൽമനൈറ്റ് ഒക്കെ ഉണ്ട്. തോറിയമാണ് ഇതിനകത്ത്. ഇതിൽ നിന്ന് കിട്ടേണ്ട സാധനം തോറിയം. ഗ്യാസോലിൻ എന്ന് പറയുന്നത് പെട്രോളിയമാണ്. സെമി കണ്ടക്ടറിന് ഉദാഹരണമാണ് സിലിക്കൺ, ജർമേനിയം. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിബദലനത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലമാണ് 17 മീറ്ററിൽ കൂടുതൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. നമ്മൾ കുറേ ചോദ്യങ്ങൾ, 50-ൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോ 17 മീറ്ററിൽ കൂടുതൽ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.